അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ ഒരു വചനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സക്കീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, രണ്ട് വചനങ്ങൾ, അത് നാവിന് വളരെ ഭാരം കുറഞ്ഞതും അള്ളാഹുവിൻ്റെ തുലാസിൽ വളരെ ഭാരം കൂടിയതും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പ്രിയങ്കരമായതുമാണ്. ആ രണ്ട് വചനങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നതാണ്. ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. നാവിൽ ഭാരം കുറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉദ്ദേശം ഇതാണ്: അത് ചൊല്ലുന്നതിന് കൂടുതൽ സമയം ആവശ്യമില്ല. അത് പാഠമാകുന്നതിനും കൂടുതൽ സമയമോ ബുദ്ധിമുട്ടോ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമലുകളെ തൂക്കുന്ന സമയം ഈ വചനങ്ങൾ കൂടുതൽ ചൊല്ലപ്പെടുന്നത് കാരണത്താൽ ത്രാസിൽ വലിയ തൂക്കമുണ്ടാകുന്നതാണ്. ഇതിന് മറ്റൊരു ഫലവുമില്ലെങ്കിൽ തന്നെയും ഈ രണ്ട് വചനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പ്രിയങ്കരമായതാണ് എന്നതിനേക്കാൾ വലിയ കാര്യമായി മറ്റെന്ത് വേണം? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ രണ്ട് വചനങ്ങൾ കൊണ്ടാണ് തൻ്റെ കിതാബായ സ്വഹീഹുൽ ബുഖാരി അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിൽ അവസാനത്തെ ഹദീസും ഇതുതന്നെയാണ്. ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ആരും ദിവസവും 1000 നന്മ ചെയ്യുന്നത് ഉപേക്ഷിക്കരുത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലുക. അത് 1000 നന്മയായി തീരുന്നതാണ്. അത്രയും പാപം ഇൻഷാ അല്ലാഹ് ദിവസവും ഉണ്ടാവുകയില്ല. ഈ തസ്ബീഹ് കൂടാതെ മറ്റെന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം കൂടുതൽ ലാഭകരമായി തീരുന്നതുമാണ്. ഒരു ഹദീസിൽ വരുന്നു, ഒരാൾ രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അവ സമുദ്രത്തിലെ തിരമാലകളേക്കാൾ കൂടുതലാണെങ്കിലും ശരി. മറ്റൊരു ഹദീസിൽ വരുന്നത് ഇങ്ങനെയാണ്: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ കൊണ്ട് വൃക്ഷങ്ങളിൽ നിന്ന് ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപങ്ങൾ പൊഴിഞ്ഞു പോകുന്നതാണ്. അൻ അബീ ദർർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക ബിഅഹബ്ബിൽ കലാമി ഇലല്ലാഹ് ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅഹബ്ബിൽ കലാമി ഇലല്ലാഹ് വഖാല ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അബൂ ദർർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഞാൻ നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ വചനം ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ? ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ അടുക്കൽ
ഏറ്റവും പ്രിയങ്കരമായ വചനം എനിക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ വചനം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതാണ്. ഈ ഹദീസ് മുസ്ലിമും നസായിയും റിവായത്ത് ചെയ്തിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്നും വന്നിട്ടുണ്ട്. ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, അല്ലാഹു തആല അവൻ്റെ മലക്കുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വചനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതാണ്. അർശിൻ്റെ ചുറ്റുമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ മലക്കുകളും അള്ളാഹുവിൻ്റെ തസ്ബീഹ് തഹ്മീദിൽ വ്യാപൃതരായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വർണ്ണിച്ചുകൊണ്ടിരിക്കലും അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കലുമാണ് അവരുടെ ജോലി. ഈ കാര്യങ്ങൾ മലക്കുകൾ സ്ഥിരമായും പതിവായും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് നഹിനു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുകയും നിന്റെ പരിശുദ്ധിയെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പുള്ള നിരവധിയായ ഹദീസുകളിലും ഇതേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വരുന്നത് ഇങ്ങനെയാണ്: ആകാശം അള്ളാഹുവിൻ്റെ മഹോന്നതിയുടെ ഭാരം കൊണ്ട് സംസാരിക്കുന്നതാണ്. കിർക്കിർ ശബ്ദമുണ്ടാക്കുന്നതാണ്. കട്ടിലും മറ്റും ഭാരം കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് പോലെ ആകാശം അങ്ങനെ ശബ്ദിക്കുന്നത് അതിൻ്റെ കടമയാണ്. അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെ കാഠിന്യത്താൽ അത് അത്രമാത്രം കടുത്തതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവൻ ഏതൊരു പരിശുദ്ധ ദാത്തിൻ്റെ പിടിയിലാണോ, അങ്ങനെയുള്ള അള്ളാഹുവിൽ സത്യമായി മലക്കുകൾ സുജൂദിലായിട്ട് അള്ളാഹുവിൻ്റെ തസ്ബീഹിലും തഹ്മീദിലും വ്യാപൃതരായിരിക്കുന്നതായിട്ടല്ലാതെ ആകാശത്തിൽ ഒരു ചാണ് സ്ഥലം പോലും ഉണ്ടായിരിക്കുന്നതല്ല. അൻ സമ്രത്ത് ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ വചനം 4 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിവയാണത്. ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യം ചൊല്ലുകയോ പിന്നീട് ചൊല്ലുകയോ ചെയ്യുന്നതിൽ വിരോധമില്ല. ഈ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ളതാണ് എന്ന് ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസ് സമ്രത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ വളരെ കൂടുതലായി ഈ വചനങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഈ വചനങ്ങളെ ചൊല്ലുന്നതിന് കൽപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ഹദീസിൽ വരുന്നു, പെരുന്നാളിനെ ഈ വചനങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. അതായത് പെരുന്നാളിൻ്റെ അലങ്കാരം ഈ വചനങ്ങൾ അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിലാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ്, അല്ലെങ്കിൽ സ്വർഗം അവന് നിർബന്ധമാകുന്നതാണ്. ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവന് 1,24,000 നന്മ അള്ളാഹു എഴുതുന്നതാണ്. സ്വഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞങ്ങളിൽ ആരും ഖിയാമത്ത് നാളിൽ നാശമായി പോവുകയില്ലല്ലോ? അതായത് ഞങ്ങളുടെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നന്മകൾ കൂടുമല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ തന്നെ, എങ്കിലും ചില ജനങ്ങൾ പിന്നെയും നാശത്തിലാകും. കാരണം ചില ആളുകൾ കൂടുതൽ നന്മകളുമായി വരും. ആ നന്മകൾ ഒരു മലയുടെ മുകളിൽ വെക്കപ്പെടുകയാണെങ്കിൽ ആ മല അമർന്നു പോകുന്നതാണ്. എങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കെതിരിൽ അത് ഇല്ലാത്തതുപോലെ ആയിത്തീരുന്നതാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുശേഷവും അവൻ്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് അവരെ കരകയറ്റും. ഇത് ഹാക്കിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കെതിരിൽ അത് ഇല്ലാത്തതുപോലെയായി തീരുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ഖിയാമത്ത് നാളിൽ നന്മകളും തിന്മകളും തൂക്കി നോക്കപ്പെടും. അപ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അതിൻ്റെ പേരിൽ അവൻ്റെ കടമ അവൻ നിർവഹിച്ചോ അതിന് നന്ദി ചെയ്തോ എന്ന് കണക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ദാസനുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു നൽകിയതാണ്. എല്ലാ വസ്തുക്കളുടെ പേരിലും അവന് കടമയുണ്ട്. ആ കടമ നിർവഹിച്ചോ എന്നതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകുന്നതാണ്.
പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നൊരു സംഭവം ഇതാണ്. ഒരു മനുഷ്യൻ, അയാൾ 100-ലേറെ വർഷം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു. എങ്ങനെയുള്ള ഇബാദത്ത്? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള ഇബാദത്തല്ല. പകൽ സമയത്ത് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. അങ്ങനെ അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വർഷങ്ങൾ, 100 വർഷത്തിലേറെ ഇബാദത്ത് ചെയ്തു. ഒടുവിൽ അയാൾ മരണാസന്നനായ സമയത്ത് അസ്രായേൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും നല്ല മനുഷ്യനാണല്ലോ, രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്, അന്യരെ പറ്റി യാതൊരു കുറ്റവും പറഞ്ഞിട്ടില്ല, അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ. അസ്രായേൽ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് വന്നുകൊണ്ട് അദ്ദേഹത്തെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമുണ്ട് പറയാൻ. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അത് ഞാൻ നിവർത്തിച്ചു തരാമെന്ന് അസ്രായേൽ അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എനിക്കൊന്ന് ഒതുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. 2ാമത്തെ റക്അത്തിലെ സുജൂദിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ റൂഹിനെ പിടിച്ചാൽ മതി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇയാൾ പെട്ടെന്ന് മിസ്വാക്ക് ചെയ്തു, ഒതുവെടുത്തു. അങ്ങനെ 2ാം റക്അത്തിലെ സുജൂദിലെത്തിയപ്പോഴാണ് ഇയാളുടെ റൂഹിനെ പിടിക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ നാളെ മഹ്ശറയിൽ ഹാജരാക്കുമ്പോൾ അള്ളാഹു എല്ലാ വിചാരണയും കഴിഞ്ഞ്, കാരണം അയാൾക്ക് കൂടുതൽ തെറ്റുകളൊന്നുമില്ല, തിന്മകളൊന്നുമില്ല, നന്മകൾ മാത്രമേ ഉള്ളൂ. അള്ളാഹു അയാളോട് പറയും, നീ എൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അയാൾ പറയും, എത്രേ അള്ളാഹുവേ, ഞാൻ നിൻ്റെ ഔദാര്യം കൊണ്ട് പോവില്ല. 2ാമതും അള്ളാഹു പറയും, മലക്കുകളോടാണ് പറയുന്നത്, എൻ്റെ ഔദാര്യം കൊണ്ട് ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. ഇയാൾ മലക്കുകളോട് പറയും, ഞാൻ വരില്ല, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് മാത്രം സ്വർഗത്തിൽ പോകാമെങ്കിലേ ഞാൻ പോകുന്നുള്ളൂ. കാരണം ഞാൻ ഇത്രയും വിശ്വസിച്ച് ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത് അവസാന ശ്വാസത്തിൽ വരെ സുജൂദിൽ കിടക്കുന്ന സമയത്ത് റൂഹ് പിടിക്കപ്പെട്ട് അള്ളാഹുവിലേക്ക് വന്ന മനുഷ്യനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ നന്മകളല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പകൽ മുഴുവൻ നോമ്പ് നിൽക്കുകയും രാത്രി മുഴുവൻ നിസ്കരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമായിട്ടല്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകില്ല എന്ന് പറയത്രേ. അപ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും, ഇവനെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പം ഇയാൾക്ക് കാര്യങ്ങളുടെ സീരിയസ് ബോധ്യപ്പെടും. ഇതാ നരകത്തിലേക്ക് പോകാൻ പോകുന്നു, എന്താണ് വഴി? അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഞാൻ നിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് നിനക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ മരിച്ചു വന്ന മനുഷ്യനല്ലേ, എൻ്റെ സൽക്കർമ്മങ്ങൾക്ക് ഇവിടെ യാതൊരു നീതിയുമില്ലേ? അപ്പോൾ അള്ളാഹു പറയും, നിൻ്റെ സൽക്കർമ്മങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നും കൂടി ഒരു തുലാസിൻ്റെ 2 തട്ടുകളിലായി വെച്ചാൽ നിനക്ക് ഞാൻ തന്ന കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, ആ ഒരൊറ്റ അനുഗ്രഹത്തിന് പോലും നീ അമലുകൾ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ തൂക്കി നോക്കിക്കൊടുക്കൂ മലക്കുകളെ എന്ന് അള്ളാഹു പറയും. ഇത് സൂഫിയാക്കളും പല പണ്ഡിതന്മാരും പല മഹത്തുക്കളിൽ നിന്ന് റിയാൽ സാലിൻ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ, യാഫി ഉൾപ്പെടെയുള്ള കിതാബുകളിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും, ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും, അത് രണ്ടിനും ഇടയിലായിട്ടുള്ള ഒരു ജീവിതമാണ് നാം ക്രമീകരിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.